ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ സൺഡേ റൂട്ടീൻ. ഇന്ന് രാവിലെ തന്നെ അനീഷ എൻ്റെ കണ്ണിൽ ടിഷ്യൂ എടുത്ത് തൂക്കാൻ തുടങ്ങി ഗൈസ്. കാരണം എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരികയാണ്. ഇച്ചിരി നേരം എന്നെ തൂത്തും തുടച്ചും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അനീഷ വിചാരിച്ചത് ഇന്നെന്താ ഒന്ന് കുളിപ്പിച്ചാലോന്ന്. അനീഷ എന്നെ കുളിക്കാൻ ബാത്റൂമിൽ കയറ്റി ഫ്രണ്ട്സ്. പക്ഷേ ഞാൻ അവിടെ നിധി തപ്പാൻ തുടങ്ങി. കുളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് മനസ്സിലായത് ഇവിടുന്ന് നിധി കിട്ടില്ല, പൈപ്പ് ലൈൻ കാണുമെന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ കുളിച്ചു കഴിഞ്ഞു ഫ്രണ്ട്സ്. എൻ്റെ പൂടെയെല്ലാം വിടർന്ന് നിൽക്കുന്ന കണ്ടില്ലേ. ഇനിയും കുറച്ചു നേരം ഞാൻ ബാൽക്കണിയിലിരിക്കും. ഇവിടെ നല്ല കാറ്റുണ്ട്, അപ്പോൾ കാറ്റ് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഉണങ്ങാൻ പറ്റും. ഇവിടെ ഞാൻ ഇരുന്ന സമയത്ത് അനീഷ എൻ്റെ തലയിൽ ചൊറിയാൻ തുടങ്ങി ഫ്രണ്ട്സ്. ഇങ്ങനെ ചൊറിയുമ്പോൾ എനിക്ക് നല്ല സുഖമാണ്. അപ്പോൾ ഞാൻ സുഖത്തോടെ എല്ലാം ആസ്വദിക്കാൻ തുടങ്ങി. ഫ്രണ്ട്സ്, ഇങ്ങനെ ബാൽക്കണിയിൽ കാറ്റ് കൊള്ളാൻ നല്ല രസമാണ്. ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് അനീഷ അകത്തോട്ട് പോയി ഫ്രണ്ട്സ്. എന്നോട് പറഞ്ഞു നല്ല കുട്ടിയായി ഇരിക്കണം, എങ്ങും പോകരുതെന്ന്. പക്ഷെ ഞാൻ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി. പിന്നെ എനിക്കൊരു സമാധാനം കിട്ടിയില്ല ഫ്രണ്ട്സ്. ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യമെന്ന്. ഞാൻ എണീറ്റ് ഓടി ഗൈസ്. ഞാൻ പെട്ടു. അനീഷ എന്നെ പിന്നെ ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടിരുത്തി. എന്തോ ചെയ്യാനാ. പക്ഷേ എനിക്ക് ഇവിടെ ഇരുന്നിട്ടൊരു സമാധാനം വരുന്നില്ലല്ലോ, എന്ത് ചെയ്യാനാ. പക്ഷേ ഇതനുസരിച്ചല്ലേ പറ്റൂ. ഞാൻ ആ കിട്ടിയ ഗ്യാപ്പിൽ പിന്നെ എണീറ്റ് ഓടി ഗൈസ്. പിന്നെ ഓടിപ്പോയതും കൊണ്ട് അനീഷ എനിക്കൊരു ക്യാരറ്റൊക്കെ തന്നു. ക്യാരറ്റ് എൻ്റെ ഫേവറേറ്റ് ആണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ കീഴടങ്ങി. അപ്പോൾ ഞാനതിങ്ങനെ കടിച്ചു പറിച്ചിട്ട് കറുമുറയെന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓടിപ്പോകുന്നത് കൊണ്ട് ഗൈസ് അനീഷ എന്നെ കെട്ടിയിട്ടു. എന്തായാലും സാരമില്ല, എൻ്റെ കയ്യിലിരിപ്പിൻ്റെതല്ലേ. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഇവിടെ തന്നെ ഇരിക്കാം കുറച്ചു നേരം. ഞാനിങ്ങനെ കുറച്ചു നേരം ഇരുന്നപ്പോൾ എനിക്ക് അനീഷ ഒരു ടോയ് ഒക്കെ കൊണ്ട് തന്നു. കുറച്ചു നേരം അതും പിടിച്ച് ഞാനിങ്ങനെ ഇരുന്നു. എത്ര നേരം എന്നും പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഗൈസ് അനീഷ ചീപ്പൊക്കെ കൊണ്ടുവന്ന് എന്നെ ചെയ്യാൻ തുടങ്ങിയത്. ഇങ്ങനെ ചെയ്യിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നല്ല സുഖം തോന്നും. എൻ്റെ മുഖമൊക്കെ കണ്ടില്ലേ ഞാൻ പൊട്ടുതൊട്ടിരിക്കുന്നത്. എനിക്ക് പൊട്ട് തൊട്ട് തന്നപ്പോൾ കവിളിൽ ഒരു ചുട്ടിയും കൂടെ കുത്തി തന്നു ഗൈസ്. എനിക്ക് കണ്ണ് കിട്ടാതിരിക്കട്ടെ എന്നാണ് അനീഷ പറഞ്ഞത്. അങ്ങനെ കുറച്ചു നേരം ഇവിടെയൊക്കെ വായി നോക്കി ഇരുന്ന് കഴിഞ്ഞപ്പോൾ അനീഷ എനിക്ക് ബനാന കൊണ്ട് തന്നു ഗൈസ്. ബനാന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബനാന തന്നെ കഴിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് അനീഷ എനിക്ക് വയൽ വെച്ച് തരുന്നത് ഫ്രണ്ട്സ്. ബനാനയൊക്കെ തിന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അഹങ്കാരം കൂടി ഗൈസ്. അപ്പോൾ ഞാൻ കിടന്ന് ചാടാൻ തുടങ്ങി. എന്നെ ആരെങ്കിലും അയച്ചു വിടട്ടെ എന്ന് വിചാരിച്ചു. അവിടെ കിടന്ന് വട്ട് കാണിച്ചപ്പോൾ എന്നെ അയച്ചു വിട്ടു ഗൈസ്. ഉടനെ തന്നെ ഞാൻ അടുക്കളയുടെ മുമ്പിൽ വന്നിരുന്നു. എന്തെങ്കിലും തിന്നാൻ കിട്ടിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു ബീൻസ് കിട്ടി ഗൈസ്. അതുകൊണ്ട് ഞാൻ പോയി. ഇന്ന് ബിസി ഷെഡ്യൂൾ ആയതും കൊണ്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ചു നേരം കിടന്നു. റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗൈസ് ഉച്ചയ്ക്ക് ഞാൻ ലഞ്ചിന് തൈരാണ് കഴിച്ചത്. ഇപ്പോൾ ഞാൻ ഡയറ്റിലായതുകൊണ്ട് എനിക്ക് തൈര് മാത്രമാണ് തരുന്നത്. നേരത്തെ ചോറ് തന്നുകൊണ്ടിരുന്നതാണ്, പക്ഷേ ഇപ്പം ഇവരെല്ലാം നിർത്തി ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം കളിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഈ കാർപ്പറ്റ് കണ്ടില്ലേ, ഇത് ഞാൻ കടിച്ചു പറിച്ചതാണ് ഗൈസ്. എനിക്ക് തുണികളെല്ലാം ഇതുപോലെ കടിച്ചു പറിച്ച് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഇച്ചിരി എനർജി കൂടുതലാണ്. അപ്പോൾ ഞാൻ എപ്പം നോക്കിയാലും കളിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. രാത്രിയിലൊക്കെ ഞാൻ എണീറ്റിരുന്ന് കളിയാണ് ഗൈസ്. എല്ലാവരെയും ഞാൻ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. കളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഗൈസ് വൈകിട്ട് സ്നാക്സിന് വേണ്ടിയിട്ടുള്ള സമയമായി. അപ്പോൾ സ്നാക്സിന് എനിക്ക് ബിസ്ക്കറ്റാണ് കിട്ടാറുള്ളത്. ഈ ബിസ്ക്കറ്റ് വളരെ ക്രഞ്ചിയാണ് ഗൈസ്. പണ്ടൊന്നും എനിക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ മനസ്സിലാകില്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ ഞാൻ ലിറ്റിലായിട്ട് ഇംഗ്ലീഷിൽ സ്പീക്ക് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് ഗൈസ്. കാരണം അമ്മ പറഞ്ഞു ഡൽഹിയിൽ താമസിക്കണമെങ്കിൽ ഇംഗ്ലീഷൊക്കെ ഇച്ചിരി പഠിച്ചു വെക്കണമെന്ന്. സ്നാക്സൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ പിന്നെയും കളി തുടങ്ങി ഗൈസ്. എനിക്ക് ചിലപ്പോൾ കളിച്ച് വട്ടാവാറുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ചിലപ്പോൾ ഗൈസ് ഈ കാണുന്ന സാധനം എടുത്ത് ഞാൻ എറിയാറൊക്കെ ഉണ്ട്. അനീഷയുടെ തലക്കിട്ടൊക്കെയാണ് ചിലപ്പോൾ അടി കിട്ടാറ്. അങ്ങനെ ഫ്രണ്ട്സ്, എൻ്റെ ഈവനിങ് വാക്കിന് സമയമായി. വെളിയിൽ ഇറങ്ങിയ ഉടനെ ഞാൻ മുള്ളാറുണ്ട് ഗൈസ്. അതെനിക്ക് നിർബന്ധമാണ്. വാക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ചെറുതായിട്ട് ക്ഷീണിച്ചു ഗൈസ്. കണ്ടില്ലേ എൻ്റെ നാക്കൊക്കെ വെളിയിൽ വന്നേക്കുന്നത്. ഡിന്നറിന് സമയമായി ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഡിന്നറിന് എനിക്ക് തൈരും ചോറുമാണ് കിട്ടാറുള്ളത്.
ചിലപ്പോഴൊക്കെ ചിക്കനൊക്കെ കിട്ടും, പക്ഷേ മോസ്റ്റ്ലി തൈരും ചോറുമാണ്. ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പപ്പ തിന്നുന്ന സ്വീറ്റ്സിൽ വാങ്ങി നോക്കിയിരിക്കുകയാണ് ഗൈസ്. ആരും തരാതാകുമ്പോൾ ഞാൻ കുരയ്ക്കാൻ തുടങ്ങും. അങ്ങനെ ഗുഡ് നൈറ്റ് ആയി ഗൈസ്. ഞാൻ ഉറക്കം തുടങ്ങി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ സൺഡേ വ്ലോഗ്. എൻ്റെ സൺഡേസ് മിക്കവാറും ഇങ്ങനെയാണ് ഗൈസ്, ഒരു റെസ്റ്റുമില്ല. എൻ്റെ വ്ലോഗ് വാച്ച് ചെയ്തവർക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ.